മാതൃഭൂമി ദിനപത്രത്തിൽ ഒരു രാഷ്ട്രീയ കോളമുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമാണ് കോളത്തിൽ ഓരോ ദിവസവും അവരുടെ നിലപാട് പറയുന്നത്. ഒരു സംവാദത്തിലേക്ക് അത് ഉയരുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ എഴുതിയ കോളത്തിൽ പ്രധാനമായും ഊന്നിയത് ശബരിമല സ്വർണ്ണക്കവർച്ചയെ കുറിച്ചാണ്. അതിൽ അവസാന ഭാഗത്ത് മാത്രം പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് CPM നേതാക്കൾ അപഹരിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അതാണ് ഏറ്റവും നിർണായകം. വയനാട് ദുരന്തബാധിതർക്ക് വേണ്ടി നിർമ്മിച്ച ഫണ്ട് എന്തു ചെയ്തു, എന്തുകൊണ്ട് കണക്ക് പുറത്തുവിടുന്നില്ല എന്ന് നേരത്തെ മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു ഇതേ കോളത്തിൽ വി.ഡി. സതീശനോട്. അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാന ഭാഗത്ത് ചെറിയൊരു കാര്യം വിശദീകരിക്കുന്നത് വയനാട് ഫണ്ടിനെ കുറിച്ച്. ആദ്യ ഭാഗത്ത് മുഴുവൻ പറയുന്നത് ശബരിമല സ്വർണ്ണക്കവർച്ചയെ കുറിച്ചാണ്. അതിനുശേഷം കുറച്ചു ഭാഗത്ത് പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പ് നടത്തി എന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതിനുശേഷമാണ് മുഖ്യമന്ത്രി പറഞ്ഞതിന് മറുപടിയുമായി വി.ഡി. സതീശൻ രംഗത്ത് വരുന്നത്. അത് ഇങ്ങനെയാണ്: മരിച്ചവരെ പോക്കറ്റ് അടിച്ചില്ലേ നിങ്ങൾ എന്നാണ് അങ്ങ് ഇന്നലെ എന്നോട് ചോദിച്ചത്. സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് വേണം അന്യന്റെ കണ്ണിലെ കരട് എടുക്കാൻ. രക്തസാക്ഷി ഫണ്ട് കട്ടെടുത്തവരല്ലേ നിങ്ങൾ? അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്തവരല്ലേ നിങ്ങൾ? അയ്യപ്പന്റെ പേരിൽ സംഗമം നടത്തിയും കോടികൾ കട്ടില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. സ്വന്തം കണ്ണിലെ കോല് അതെന്തൊക്കെയാണ്? ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച, രക്തസാക്ഷി ഫണ്ട്, ഇതൊക്കെ കോലുകളായി നിങ്ങളുടെ കണ്ണിലുണ്ട്. എന്നിട്ട് എൻ്റെ കണ്ണിലെ, ഞങ്ങളുടെ കണ്ണിലെ കരട് എടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ കണ്ണിൽ കരടുണ്ട് എന്ന് സമ്മതിക്കുന്നു വി.ഡി. സതീശൻ, പ്രതിപക്ഷ നേതാവ്. എന്താണ് ആ കരട്? മരിച്ചവരുടെ പോക്കറ്റ് അടിച്ചത്, വയനാടിലെ ദുരന്തം വിറ്റ് പണം പിരിച്ച് പോക്കറ്റിലിട്ടത്, അതല്ലെങ്കിൽ പുട്ടടിച്ചത്, ആ കരട് ഞങ്ങളുടെ കണ്ണിലുണ്ട് എന്ന് പറയുകയാണ് വി.ഡി. സതീശൻ ചെയ്യുന്നത്. നിങ്ങളുടെ കണ്ണിൽ കോലുണ്ട്. അതെന്തൊക്കെയാണ്? സ്വർണ്ണക്കവർച്ച നടത്തി, രക്തസാക്ഷി ഫണ്ട് അപഹരിച്ചു, അതൊക്കെയാണ് നിങ്ങളുടെ കണ്ണിലെ കോല്. അത് എടുത്തു മാറ്റൂ. അതിനുശേഷം ഞങ്ങളുടെ കണ്ണിലെ കരട് എടുക്കാൻ വരൂ. എന്ന് വെച്ചാൽ വയനാട് ദുരിതാശ്വാസ ഫണ്ട് എന്ന കരട് ഞങ്ങൾ പുട്ടടിച്ചു എന്ന ആരോപണം ശരിയാണ് എന്ന് സമ്മതിക്കുന്നു വി.ഡി. സതീശൻ. ഇന്ന് മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എന്ന് വെച്ചാൽ 2026 ഏപ്രിൽ 2 വ്യാഴാഴ്ചയിലെ പത്രത്തിൽ ഇതേ കോളത്തിൽ മുഖ്യമന്ത്രി നൽകുന്ന മറുപടിയുണ്ട്. അതും കൂടി നമുക്ക് നോക്കാം. മുഖ്യമന്ത്രിയുടെ കോളത്തിന്റെ പേര് തന്നെ ഇങ്ങനെയാണ്: മരിച്ചവരെ പോക്കറ്റ് അടിച്ചവർ അത് സമ്മതിച്ചു എന്ന്. മരിച്ചവരെ പോക്കറ്റ് അടിച്ചവർ അത് സമ്മതിച്ചു. അപ്പോൾ അക്കാര്യത്തിൽ തീരുമാനമായി. മുണ്ടക്കൈ ചുരൽമലയിൽ മരിച്ചവരുടെ പോക്കറ്റ് അടിച്ചു എന്ന് UDF സമ്മതിച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ കണ്ണിലെ കരട് എടുക്കാൻ നോക്കേണ്ട എന്നാണ് ഇന്നലത്തെ മാതൃഭൂമി ദിനപത്രത്തിൽ എഴുതിയ കുറിപ്പിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇത് വെറും കരടല്ല പ്രതിപക്ഷ നേതാവേ, മൃതദേഹത്തിന്റെ എണ്ണവും കണ്ണീരിന്റെ കണക്കും പറഞ്ഞാണ് നിങ്ങൾ പിരിച്ചത്. നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്നവരുടെ കൊടും വഞ്ചനയല്ലേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനി നിങ്ങളെ ജനങ്ങൾ വിശ്വസിക്കുമോ? UDF ചതിക്കും, കേരളം നശിക്കും എന്ന മുദ്രാവാക്യമല്ലേ നിങ്ങൾക്ക് യോജിക്കുക? എന്ത് ധൈര്യത്തിലാണ് 5-ന ഗ്യാരണ്ടിയുമായി ഇറങ്ങിയിരിക്കുന്നത്? 10 വർഷത്തെ ക്ഷേമ പെൻഷൻ പൂർണ്ണമായി വീട്ടിലെത്തിച്ചവരും ചുരുങ്ങിയ തുക പോലും 18 മാസം കുടിശ്ശിയാക്കിയവരും തമ്മിലാണ് ഈ തെരഞ്ഞെടുപ്പ്. KSRTCയെ പ്രവർത്തന ലാഭത്തിലേക്ക് കൊണ്ടുവന്ന LDFും KSRTCയെ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച UDFും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കുറിപ്പ് പോവുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം, വയനാട് ദുരന്തബാധിതർക്ക് വേണ്ടി പിരിച്ച പണം എവിടെ? ആ പണം എന്തു ചെയ്തു? എത്ര പണം ലഭിച്ചു എന്നെങ്കിലും പറയണ്ടേ കോൺഗ്രസ്? ആ ചോദ്യമാണ് ഭരണകക്ഷി നേതാക്കൾ ചോദിക്കുന്നത്. CPMന്റെ നേതാക്കൾ ചോദിക്കുന്നു. മുഖ്യമന്ത്രി തന്നെയും പലവട്ടം ചോദിച്ചു, ആ ഫണ്ട് എത്രയാണ് പിരിച്ചത് എന്നെങ്കിലും പറയൂ. ആ ആപ്പ് ഒന്ന് കാണട്ടെ ജനങ്ങൾ. ജനങ്ങളിൽ നിന്ന് പിരിച്ച പണമാണ്, കോൺഗ്രസ്സുകാരിൽ നിന്ന് മാത്രം പിരിച്ച പണമല്ല. വയനാട് ദുരന്തബാധിതരുടെ കണ്ണീരും ചോരയും വിറ്റ് നേടിയ പണം അത് പുട്ടടിക്കാനുള്ളതല്ല എന്നാണ് പറയുന്നത്. എന്നിട്ടും കണക്ക് പറയാൻ തയ്യാറാകുന്നില്ല പ്രതിപക്ഷ നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ എന്നതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സമ്മതിച്ചിരിക്കുന്നു, പണം ഞങ്ങൾ പിരിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ പുട്ടടിച്ചിട്ടുണ്ട്, വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ട്. കണക്ക് പറയാൻ തൽക്കാലം ഇപ്പോൾ കഴിയില്ല. ആദ്യം നിങ്ങളുടെ കണ്ണിലെ കോലെടുക്ക് എന്ന് വെച്ചാൽ സ്വർണ്ണക്കവർച്ചയിൽ പങ്കാളിയായ നേതാക്കൾക്കെതിരെ നടപടിയെടുക്ക്.
രക്തസാക്ഷി ഫണ്ട് അപഹരിച്ചു എന്ന ആരോപണം ഉയരുന്നു. അതേക്കുറിച്ച് അന്വേഷിക്കൂ, നടപടിയെടുക്കൂ, അതിനുശേഷം വാ ഞങ്ങളുടെ കാട്ടിലെ കരടെടുക്കാൻ എന്നാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. എന്ന് വെച്ചാൽ പണം, വയനാട് ദുരന്തബാധിതർക്ക് വേണ്ടി പിരിച്ച പണം ഞങ്ങൾ വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു, സമ്മതിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ.